കായംകുളം സീഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 9ാമത് വാർഷിക പൊതുയോഗം നടത്തി. മൺട്രോത്തുരുത്ത് വെൽഫാം റിസോർട്ടിലാണ് യോഗം നടത്തിയത്. പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു. കായംകുളം സീഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 9ാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത്. മൺട്രോത്തുരുത്ത് വെൽഫാം റിസോർട്ടിലായിരുന്നു യോഗം ചേർന്നത്. രാവിലെ 10-ന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി യോഗം ആരംഭിച്ചു. യോഗത്തിൽ കമ്പനി ചെയർമാൻ ലേസർ മാലി അധ്യക്ഷനായി. ആ കരുതൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അത് നമുക്ക് ഇനിയും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. അതിൽ നമ്മൾ ആ ലാൻഡ് വാങ്ങിയ കാര്യം പറഞ്ഞിരിക്കുമല്ലോ. ആദ്യം ലാൻഡ് വാങ്ങി അതിനകത്ത് നമ്മൾ കുറച്ച് പൈസ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. ലാൻഡ് വാങ്ങി അത് കഴിഞ്ഞിട്ട് ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങി. ബിൽഡിങ്ങിൻ്റെ പണി ഭയങ്കര സ്പീഡിലല്ല നടത്തിയത്. കൺട്രോളും ഷിഫ്റ്റ് ചെയ്തത് ഒരു നല്ല ടാസ്ക് ആയിരുന്നു. അത് നമ്മൾ അതിന് പറ്റിയ എക്സ്പെർട്ടിനെ കണ്ടെത്തി ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് കൺട്രോളും ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടിംഗ് നിർവഹിച്ചു. ഉദ്ഘാടനം നടന്നതിന് ശേഷം ഇനിയും കൂടാനുള്ള സാമ്പത്തിക അവസ്ഥയോ മറ്റ് ഒരു അവസ്ഥയിലും ആയിരുന്നില്ല സീഡിനെറ്റ്. ഉദ്ഘാടനം തന്നെ പാരിച്ച ബാധ്യതയോടുകൂടിയാണ് നടന്നത്. അതിനുശേഷം ഒരു EGM നടത്താനോ അല്ലെങ്കിൽ ഓഫീസ് സെറ്റ് ചെയ്യാനോ മറ്റുള്ള അനുബന്ധ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഫണ്ട് സമാഹരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്നതുകൊണ്ടാണ് EGM കൂടാൻ കഴിയാതെ പോയത്. ഡയറക്ടർ ബോർഡ് അംഗം റിയാസ് നൈനാരേത്ത് സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ ബോർഡ് അംഗം ഹസീബ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം ശ്രീകുമാർ കണക്ക് അവതരിപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം EM ശങ്കരൻ നമ്പൂതിരി STB റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം സുധികുമാർ മാർക്കറ്റിംഗ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് റിപ്പോർട്ടിലും കണക്കിലും മേലുള്ള ചർച്ച നടന്നു. ഇതിനുശേഷം ചർച്ചയ്ക്കുള്ള മറുപടി ഉണ്ടായി. തുടർന്ന് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. റിയാസ് നൈനാരേത്തിനെ ചെയർമാനായും ഉണ്ണികൃഷ്ണനെ മാനേജിംഗ് ഡയറക്ടറായും തെരഞ്ഞെടുത്തു. ലേസർ മാലി, ശ്രീകുമാർ, സുനിൽകുമാർ, സുധികുമാർ, നിഷാദ്, ഹസീബ്, ബിനു ഭരതൻ, വിജയകുമാർ, ശങ്കരൻ നമ്പൂതിരി എന്നിവരാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. സീഡിനെറ്റ് ന്യൂസ് കായംകുളം.